ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോയുടെ ലിപ്സിങ്കും ഞാൻ പറയണ വോയിസ് ഓവറും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം ഇതിൻ്റെ ഒറിജിനൽ വീഡിയോൻ്റെ വോയിസിൽ നിറയെ ഈ ബബിക്കുട്ടൻ ടി വി വെച്ച് ഇരുന്നിട്ട് കാർട്ടൂണിൻ്റെ ഒച്ച മാത്രമേ കേൾക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വോയിസ് കട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ കോലമൊന്നും നിങ്ങൾ നോക്കണ്ട. പിന്നെ അന്നൊക്കെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം പൊട്ടി, ഫോൺ താഴെ വീണ് പൊട്ടി, അങ്ങനെ കുറച്ച് സങ്കടങ്ങളൊക്കെയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതൊക്കെ എന്തായാലും പൊക്കോട്ടെ, സാരമില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. മീനെന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പള്ളത്തി എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ അമ്മച്ചിയമ്മയൊക്കെ പള്ളത്തി കിട്ടുമ്പോഴേക്കും എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ എന്തോരം ഉണ്ടെങ്കിലും അമ്മ കുത്തിയിരുന്ന് അത് വെട്ടി ക്ലീൻ ചെയ്ത് എന്താ പറയുക, പുരട്ടിയൊക്കെ എടുത്ത് ഉപ്പ് പുരട്ടിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഉണക്കും. വെയിലത്ത് വെച്ച് ഉണക്കി പിന്നെ ടിന്നിലാക്കി വെക്കും. എന്നിട്ട് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വറുത്ത് തരും. ഇടയ്ക്കിടയ്ക്ക് മീൻസ് ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് വറുത്ത് തരും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എന്താ പറയണ, നാവിൻ്റെ തുമ്പത്ത് ഇപ്പോഴും ഉണ്ട്. ഭയങ്കര ഇഷ്ടമുണ്ട് എനിക്കത്. എനിക്ക് മാത്രമല്ല, ഒട്ടുമിക്കവർക്കും അങ്ങനെ ചെയ്യണത് ഇഷ്ടമായിരിക്കും. ഉണക്കപ്പള്ളത്തി ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു പള്ളത്തി കുറച്ചേ ഉള്ളൂ, എന്നാലും അത് അത്യാവശ്യം സമയമെടുക്കും ഒന്ന് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇതൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് ഉപ്പ് പുരട്ടി ഞാൻ ഇന്ന് ഉണക്കിയെടുക്കും. പിന്നെ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറേ ദിവസം കേട്ടോ, കാരണം അതിൻ്റെ റിസൾട്ട് നമുക്കിപ്പോഴാണല്ലോ കിട്ടിയത്. അതുകൊണ്ടാണ് വീഡിയോ ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യണത്. പിന്നെ ഒരു 3-4 ദിവസം വെയിലത്ത്, അതായത് മഴയില്ലാത്ത സമയത്ത് വെയിലത്തൊക്കെ വെച്ച് ഒരു കണക്കിനൊക്കെയാണ് ഉണക്കിയൊക്കെ എടുത്തത്. പക്ഷെ അധികം വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഉണങ്ങും ഇത്. പക്ഷെ എന്നാലും നമുക്ക് വെയിലധികം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ വെയിൽ കിട്ടുന്ന സമയമൊക്കെ നോക്കി വെച്ചൊക്കെയാണ് ഇന്ന് ഉണക്കിയൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ അന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പള്ളത്തിയൊക്കെ ഉണ്ടായി കേട്ടോ. പള്ളത്തിയുടെ കൂട്ടത്തിൽ കുറച്ച് പിലോപ്പിയൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ നമ്മൾ ഒരു കണക്കിന് വെട്ടിയൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തൊക്കെ സെറ്റാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. ഞാനിതുപോലെ ഉണ്ട്, ഒരുപാട് പാത്രം കഴുകാറുണ്ടെങ്കിലും ഒരുപാട് മീൻ വെട്ടാനുണ്ടെങ്കിലും പാട്ടൊക്കെ വെച്ച് ഒന്ന് എൻജോയ് ചെയ്തൊക്കെ ആയിരിക്കും ഇതൊക്കെ ചെയ്യണം. നിങ്ങൾ അങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കെ. പിന്നെ എന്താ പറയുക, ഈ ഒരു പള്ളത്തി എന്ന് പറയുന്ന മീൻ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോട്ടെ. കാരണം എനിക്കറിയണം എല്ലാവർക്കും ഈ പറഞ്ഞ പള്ളത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാവേ. അപ്പോൾ ഇതാണ് ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു രൂപം. അതായത് ഞാൻ നന്നായിട്ടെല്ലാം കട്ട് ചെയ്തൊക്കെ കളഞ്ഞിട്ടുണ്ട്. തലയും വാലും ഒക്കെ എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് ഉപ്പൊക്കെ പുരട്ടി ഒന്ന് ഉണക്കിയെടുക്കാം. അങ്ങനെ ഞാനൊരു 3-4 ദിവസം വെയിലൊക്കെ കൊള്ളിച്ച് ഉണക്കിയൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇച്ചായന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പള്ളത്തി ഉണക്കിയത്. അപ്പോൾ ഇച്ചായൻ ദിവസവും ചോറിൻ്റെ കൂട്ടത്തിൽ, അതായത് വർക്കിന് പോകുമ്പോഴേക്കും ഇതുപോലെ വറുത്ത് നല്ല ക്രിസ്പിയാക്കി എടുത്തിട്ട് വാഴയിലയിൽ പൊതിഞ്ഞ് ചോറിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുമ്പോൾ നല്ല സന്തോഷമായിട്ട് കൊണ്ടുപോയി കഴിച്ചിട്ടും പറയും കേട്ടോ. ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറയും നല്ലതായിരുന്നു എന്നൊക്കെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എന്ത് ടേസ്റ്റാണെന്നറിയോ? നിങ്ങൾ ഇതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.